ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് പോകുന്നത് പാണിയേലിപ്പോര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ പെരുമ്പാവൂർ അടുത്താണ്. ആലുവ പെരുമ്പാവൂർ ആ ഒരു റൂട്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പം കാടിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇതിൽ കൂടുതലുള്ളത്. ഇതിൽ കാണിക്കുന്ന പിക്ചറിലുള്ള വന്യമൃഗങ്ങളില്ലെങ്കിലും ചെറിയ മൃഗങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. മയിലായിട്ടും തത്തമായിട്ടും ഒരു പ്രത്യേകതരം മണ്ണാനുകളും അതേപോലെ തന്നെ മാന് ഒക്കെ നമ്മൾ കണ്ടു. കുരങ്ങ്, പിന്നെ ഇതിൽ കാണുന്ന സിംഹം ഒന്നും കരടി ഒന്നും അവിടെ ഞാൻ കണ്ടില്ല. ആന ഇറങ്ങുന്നുണ്ട്, കാരണം അതിന് തെളിവ് ഞാൻ കണ്ടു. എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം, അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതുപോലെ ഇത് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ ഇങ്ങനെ പിക്ചറൊക്കെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കാടിൻ്റെ അന്തരീക്ഷം അതിൽ ഇതുപോലെ ശാന്തസുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയും നമുക്കിതുപോലെ കാണാം. ഈ തുമ്പൂർ മൊഴിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ വലിയ പാലവും ഇതൊക്കെ ഉണ്ടല്ലോ. ആ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, തുമ്പൂർ മൊഴിയുടെ. അതേപോലെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിന് തൊട്ട് മുമ്പ് ഇങ്ങനൊരു പ്ലേസ് നമ്മൾക്ക് കാണാൻ പറ്റും. ആ വാഴച്ചാലിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ എല്ലാവരും ഇറങ്ങി നടന്ന് കുളിച്ച്, നല്ല തണുപ്പാണ് കേട്ടോ ഈ വെള്ളത്തിന്. ഇറങ്ങി എല്ലാവരും കുളിച്ച് തിമിർത്ത് വന്നിരിക്കുക. അപ്പോൾ നല്ല തണുപ്പ്, നല്ല വെയിലത്താണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കണമെങ്കിലും ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന്. ചുറ്റും കാടും മലകളും കണ്ടോ, അകലെ ഒരു മല കണ്ടോ, ചുറ്റും കാടും മലകളും തന്നെയാണ് ഇതിൽ. അപ്പോൾ 1 കിലോമീറ്ററോളം, ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ ഇത് കാടുണ്ട്. ഇതിപ്പോൾ വേനൽക്കാലത്ത് ഒട്ടുമിക്ക വാട്ടർഫോൾസും വെള്ളം കുറഞ്ഞും വറ്റിയും ഇരിക്കുന്ന സമയത്ത് ഈ പാണിയേലിപ്പോരിലേക്ക് വന്നു കഴിഞ്ഞാൽ കുളിക്കാനുള്ള വെള്ളവും ഇഷ്ടം പോലെ വെള്ളച്ചാട്ടം പോലെ കാണാനുള്ള ഒരു സംവിധാനമുണ്ട്. ഭയങ്കര ഹൈറ്റിൽ നിന്ന് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. 2-3 സ്ഥലത്തുനിന്ന് വന്നിട്ട് നമ്മൾ ഏഴാറ്റുമുഖത്തില്ലേ, കുറേ സ്ഥലത്തുനിന്ന് വന്ന് ഒത്തുകൂടിയിട്ട് വെള്ളം കുത്തിയൊലിച്ച് പോകണം. അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ ഇവിടെയും കണ്ടത്. പക്ഷേ അത്ര തന്നെ ഇല്ല, ഏഴാറ്റുമുഖത്തിൻ്റെയും തുമ്പൂർ മൊഴിയുടെയും അത്രയും ഇതില്ല. അതേപോലെ തന്നെ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെയും അത്ര തന്നെ കുത്തൊഴുക്കില്ല. പക്ഷേ ഇതിൻ്റെ കുത്തൊഴുക്കും ഒറിജിനൽ ഭംഗിയും കാണണമെങ്കിൽ മഴക്കാലം തന്നെ വരണം. എല്ലാ സ്ഥലങ്ങളിലും വെള്ളം വറ്റി, നമ്മൾ കഴിഞ്ഞ ദിവസം ഇലിഞ്ഞിപ്പാറ വാട്ടർഫോൾസ് പോയപ്പോൾ കണ്ടില്ലേ, ഒഴുക്ക് കുറഞ്ഞ് വളരെ നോർമലായിട്ട് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇലിഞ്ഞിപ്പാറ പോയപ്പോൾ അവിടെ പല കുത്തുകളുണ്ടായിരുന്നു ഇങ്ങനെ വാട്ടർഫോൾസുള്ള, അതൊക്കെ പോയി കിടക്കുക. അവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അങ്ങനെയുള്ള സമയത്തും ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതുള്ളൂ മഴക്കാലത്ത് എന്തായിരിക്കും. ഇവിടെ ഒരു ഏറുമാടൊക്കെ ഉണ്ട് കേട്ടോ, കയറേണ്ടവർക്ക് ഇതിൻ്റെ മുകളിൽ കയറാം, അവിടെ റെസ്റ്റ് ചെയ്യാം, അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇറങ്ങി കുളിക്കാൻ അവിടെ ഒരു പാലം കണ്ടോ, നമുക്കതിലേ നടന്നു പോകാം കേട്ടോ. ഇത് അപ്പുറത്തേക്ക് അങ്ങോട്ട് കിടക്കുക ഒരു കൊച്ചു പാലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പതുക്കെ പോകാം നമുക്ക്. സ്പീഡിലൊന്നും ഓടിച്ചാടി പിള്ളേരായിട്ട് ഇതില്ല. കയറ് കെട്ടി തിരിച്ചെടുത്ത് കയറാൻ പാടില്ല. അവിടെയൊക്കെ ഭയങ്കര ഒഴുക്കും വഴുക്കലുമാണ്. ഈ പാറ കെട്ടുമ്പോൾ വഴുക്കലുണ്ട്. കാല് തെന്നി കഴിഞ്ഞാൽ തല അടിച്ച് അവിടെ എവിടെയെങ്കിലും വീഴും. ഇങ്ങനെയൊക്കെയാണ് ഓരോ അപകടങ്ങൾ പറ്റണേ. ഓരോ സ്ഥലങ്ങളിൽ ഫെൻസിങ് ഉള്ള, ഇപ്പോൾ കാട്ടിലൂടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എലിഞ്ഞിപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ നമ്മൾ കണ്ടായിരുന്നു ഒരു ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തൊടാതിരിക്കുക, ഷോക്ക് ഏറ്റിട്ട്. ഇത് കണ്ടോ, ഈ കയർ കിട്ടിയ സ്ഥലങ്ങളിലേക്ക് കയറാതിരിക്കുക. ബാക്കി ഇത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ പതുക്കെ പോവാം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാം, ഒക്കെ ചെയ്യാം. കണ്ടോ എത്രയോ അകലെ നിന്നാ ഇത് ഒഴുകി വരണേന്ന് നോക്കിയേ, എത്ര അകലെന്നാ. ഈ ഒഴുക്ക് മഴക്കാലത്താണെങ്കിൽ ഊഹിക്കാവുന്നുള്ളൂ. ഈ പാറക്കെട്ടൊന്നും ഈ എന്നിട്ടാണ് കടക്കാനുള്ള പാലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു പ്ലേസാണ്, എല്ലാവരും വരണം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇനി കാട്ടിലൂടെ ഉള്ളൊരു യാത്ര എന്ന് പോലെ നമുക്ക് ഫീൽ ചെയ്യണേ അവർ സെറ്റ് ചെയ്ത ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന് ചുറ്റുള്ള ഈ സ്ഥലത്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. കുറേ പേര് കുളിക്കാനൊക്കെ ഇറങ്ങി അവർ റെഡിയായി ഇങ്ങോട്ട് വരുന്നുള്ളൂ, കുളിയൊക്കെ കഴിഞ്ഞ് പിടിച്ച് വരുന്നേ ഉള്ളൂ.
കണ്ടോ, കുറേ സ്ഥലത്ത് കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇത് ഓരോ ടൈമിലും വനപാലകരായിട്ടും ഈ പുഴനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരായിട്ടും ഒക്കെ വന്ന് നിരീക്ഷിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളും താഴ്ച കൂടുതലുള്ള ഭാഗത്തായാലും അതല്ലെങ്കിൽ ചുഴിയുള്ള ഭാഗത്തായാലും അതുപോലെ തന്നെ കണ്ടോ ഏരോ വരച്ച് വെച്ചിരിക്കണതേ അതിലേ കടന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. വഴിതെറ്റിപ്പോയെങ്കായിട്ട് കുടുങ്ങിപ്പോവരുതല്ലോ. ചില ബിരുദന്മാരൊക്കെ ഉണ്ട്, ചെറുപ്പക്കാർ, പിള്ളേരൊക്കെ, പിള്ളേഴ്സ് ഇപ്പോൾ അച്ഛനമ്മമാരെ കൈയൊക്കെ വിട്ടുങ്കായിട്ട് ഇവർ ഓരോ വഴിക്ക് പോകും. ലാസ്റ്റ് ചെന്ന് കുടുങ്ങി നിൽക്കേണ്ടി വരും. അവിടുന്ന് റിട്ടേൺ പോരാൻ ചിലപ്പോൾ പോയ സ്പീഡിൽ പോരാൻ പറ്റില്ല. അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ എല്ലായിടവും വെള്ളമാകുമ്പോൾ പെട്ടുപോയൊരവസ്ഥ വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏരോ മാർക്ക് ഇട്ടിട്ട് അവിടെ കാണിച്ചു തരാനുള്ള ഇതുകളുണ്ട് കേട്ടോ. ഇത് ഒരുപാട് അകലേന്നാണ് ഈ ഒഴുക്ക് വരുന്നത്. അതിൻ്റെ സൈഡിൽ ഇതുപോലെ കാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ നമ്മൾ മയിലുകൾ ഓടണ കണ്ടു കേട്ടോ. മയിലിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മളെ നാട്ടിലും മയിൽ വന്നു തുടങ്ങി. പിന്നെ ഈ നടന്ന് പോണ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇതിപ്പോൾ നട്ടുച്ചയായിട്ടാണ് ഇത്രയും വെളിച്ചം, അല്ലെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും ഇത്. കാടിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഇരിക്കാനും ഒക്കെയുള്ള സ്പേസും കാര്യങ്ങളും ഇവരൊരുക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണല്ലേ. ഒരു ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇവിടെ. അത് പിന്നെ ഈ മരങ്ങൾ വീണ് കിടന്നിട്ടും വലിയ വലിയ മരങ്ങളുടെ വേരുകളും കൊണ്ട് ഇതിങ്ങനെ സെറ്റാക്കി വെച്ച പോലെ പ്രകൃതിയുടെ ഒരേ വികൃതികളെ ഒന്ന് ആലോചിക്കേ. വല്ലാത്ത വികൃതിയല്ലേ കാണിച്ചു വെച്ചിരിക്കണത്. ഇതാണ് ഒരേ ഭാഗത്ത് സത്യം പറഞ്ഞാൽ വെട്ടി വെളുപ്പിച്ചും മണ്ണിട്ട് മൂടി നികത്തിയും ഓരോന്ന് ചെയ്യണത്. വികസനത്തിൻ്റെ ഒരു പേര് പറഞ്ഞും കേട്ടിട്ടാ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നോക്കിയേ, ഒരു മരത്തിൻ്റെ വേരാണ് ആ കണ്ടത്. നമ്മൾ നല്ല സെറ്റ് ചെയ്ത പോലെ എന്തോ ഡിസൈൻ ചെയ്ത് വെച്ച പോലെ ഉണ്ട് അല്ലേ അത് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ടല്ലോ, ഒരു ഇത്തിരി വെയിലില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഒരു 3 മണി 4 മണിയൊക്കെ നേരത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പേടിയാവും, ഭയങ്കര ഇരുട്ട് പോലെ. പക്ഷേ ഈ ഒരു പ്രദേശം നോക്കിയാൽ നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ചേടാ, ഇവിടെ വന്ന് കാറ്റുകൊണ്ടിരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റിയ കവിത എഴുതേണ്ടവർക്ക് ഏറ്റവും തലയിൽ ബുദ്ധി കയറുന്നൊരു സ്ഥലമാണ് ഗൈസ്. അതേപോലെ തന്നെ മുളങ്കൂട്ടം ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. ആരെങ്കിലുമൊക്കെ ശൂശു വിളിക്കുക. തിരിഞ്ഞു നോക്കണ്ട, ആരും തിരിഞ്ഞു നോക്കണ്ട. ശൂശു വിളിക്കാൻ പറ്റിയൊരു സ്ഥലവും ഒരു സാധനമാണ് ഈ മുള. ആരാണ് ശൂശു? മനുഷ്യനല്ല, പാമ്പ്. ഏറ്റവും കൂടുതൽ മുള എന്നൊരു വസ്തുവിലാണ് അവർ ചുറ്റിപ്പറ്റി നിൽക്കുക. നല്ല സുഖമാണല്ലോ ഒന്നുമൽക്ക് കയറി പോകാൻ വേണ്ടി ഇങ്ങോട്ട്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ട് ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ നമുക്ക് നടക്കാനുണ്ട്. ഈ സംഭവം കാണാൻ നല്ല രസമാണെങ്കിൽ ഇങ്ങനെ കണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് നടപ്പാതയായിട്ട് വേറൊരു സ്ഥലത്ത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള മരങ്ങളുമ്പോൾ ഒരു വലിയ തരം മണ്ണാനും മയിലും തത്തയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും അവിടെ പോയി കേട്ട് അതിനെ തല്ലി ഇട്ടാലോ വെടിവെച്ചിട്ടാലോ ഒക്കെ അത് വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ടൈലൊക്കെ ഇട്ട് കൈവരിയൊക്കെ വെച്ച് നന്നായിട്ട് ഓരോ പാത്രങ്ങൾ പോലെ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിർദ്ദേശങ്ങളും ഇതും അനുസരിക്കാനുള്ള ബോർഡുകളും അവർ ഓരോ സ്ഥലത്തും വ്യക്തമായി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കുഴപ്പമില്ല. കണ്ടോ, ഇത് കുറേ ബോർഡുകളായി നമുക്ക് കാണുന്നു ഓരോന്നോരോന്നായിട്ട്. പിന്നെ ഓരോ പാത്രങ്ങൾ പോലെ മരം കൊണ്ടുള്ള ഇതുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിൽ വെള്ളങ്ങൾ ഈ പക്ഷിമൃഗാദികൾക്ക് വന്ന് കുടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതുകളും നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നടക്കാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിങ്ങനെ നടന്ന് സംസാരിച്ച് ഇങ്ങനെ പോവും. അത് കുടുംബാദികളായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ കുട്ടികൾ തന്നെ തീർച്ച കുറേ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോകണം മക്കളുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണ മക്കളാണെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ നമുക്ക് അതിനെ പിടിച്ച് ഓടിപ്പിടിച്ച് വട്ടം കൂട്ടാനുള്ള നേരെ ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് അവർ ചെടി വെച്ച് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.